ഹലോ ഗൈസ്, അങ്ങനെ വീട്ടിൽ വന്നൊന്ന് സെറ്റായിപ്പോഴത്തേനും നൈറ്റ് ആയപ്പോൾ ഞാനും ഏട്ടനും കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഋതുവിനെ കൊണ്ടുപോകുന്നില്ല. ഋതുവിനെ ഏട്ടൻ്റെ അമ്മയുടെയും ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ദൂരോട്ടൊന്നും പോകുന്നില്ല. ആദ്യം തന്നെ നമ്മൾ വന്നത് ഒരു പച്ചക്കറി കടയിലോട്ടായിരുന്നു, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട്. ആദ്യം നമ്മൾ കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കിറ്റ് വാങ്ങുമ്പോൾ ഒട്ടുമിക്ക പച്ചക്കറിയും അതിനകത്ത് കാണും. പിന്നെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയെന്ന് പറയാൻ ബീറ്റ്റൂട്ട് വാങ്ങിയായിരുന്നു, അതുപോലെ തന്നെ ബീൻസും വാങ്ങിയായിരുന്നു. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ പോയത് നേരെ ധന്യയിലോട്ടായിരുന്നേ. ഋതുവിൻ്റെ ഡ്രസ്സൊക്കെ അലക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വാങ്ങണമായിരുന്നു. അപ്പോൾ അത് വാങ്ങാനാണ് നമ്മൾ ധന്യയിൽ കയറിയത്. അങ്ങനെ അതും അവിടുന്ന് വാങ്ങി. പിന്നെ ഞാൻ അവിടുന്ന് ഒരു റസ്മലായി എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ മധുരം കഴിക്കുന്നത്. പിന്നെ ഒരു ഷുഗർ ഫ്രീ വാനില ഐസ്ക്രീമും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. തീർന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് മൂന്നാംകുറ്റിയിലുള്ള സംസമിലേക്കായിരുന്നേ. ഏട്ടന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സംസമിലെ ചിക്കൻ പെരട്ട്. ഇതില്ലാതെ പുള്ളിക്കാരൻ നൈറ്റ് ഫുഡ് കഴിക്കാറേ ഇല്ല, ഫുഡ് ഇറങ്ങൂല. പിന്നെ ഇതൊക്കെ അവർക്ക് നാട്ടിൽ വരുമ്പോഴല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. വീട്ടിൽ വന്നപ്പോഴത്തേനും ഋതു ഉറക്കമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.